നമസ്കാരം. ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മുട്ട ഇന്നൊരു സാർവലൗകിക ആഹാരമാണ്. കേരളത്തിലേക്ക് മുട്ടകൾ എത്തിക്കുന്നത് മറുനാടൻ ലോബിയാണ് എന്നത് ഇന്നൊരു രഹസ്യമല്ല. ഒന്നും രണ്ടുമല്ല, പ്രതിദിനം 1,40,00,000 മുട്ടകളാണ് കേരളത്തിലെത്തുന്നത്. ഈ മറുനാടൻ ലോബിക്കെതിരെ കർഷകർ സംഘടിച്ച് ഒരു പ്രസ്ഥാനമുണ്ടായാലോ? കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ അതും ആരംഭിച്ചു കഴിഞ്ഞു. കൊല്ലത്ത് കൊട്ടിയത്ത് ചിറയോട് ചേർന്ന ലേക്ക് സൈഡ് ഫാമിൽ നിന്നാണ് ഈ വിജയഗാഥ ഉയരുന്നത്. ആ വിജയഗാഥ പകർത്തുവാനാണ് ഇന്ന് ഹരിതം സുന്ദരത്തിൻ്റെ യാത്ര. പോകാം ലേക്ക് സൈഡ് ഫാമിലേക്ക്. കൊല്ലത്ത് പരവൂർ കായലിൻ്റെ ഓരം ചേർന്ന കൊട്ടിയം ചിറയുടെ തീരത്താണ് ലേക്ക് സൈഡ് ഫാം. ലേക്ക് സൈഡ് ഫാമിൻ്റെ നായർ സുനിൽ ഘോഷ് എന്ന കർഷകനും എൽസ എന്ന വീട്ടമ്മയുമാണ്. കേരളത്തിലേക്ക് പ്രതിദിനം 1,40,00,000 മുട്ടകൾ മറുനാട്ടിൽ നിന്നും എത്തുന്നുണ്ട്. മറുനാടൻ ലോബിയെ തളയ്ക്കണമെങ്കിൽ ചെറിയ ഒരു കർഷക കൂട്ടായ്മ പോരാ എന്ന് സുനിൽ ഘോഷ് നേരത്തെ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ 100ഓളം കർഷകരുടെ ഉപഗ്രഹ യൂണിറ്റുകൾ ചേർന്നതാണ് കൊല്ലത്തെ കോഴി കർഷകരുടെ സംഘടന. കൊക്കാസ് എന്ന ചെറുപേരിൽ ഇവർ അറിയപ്പെടും. കൊക്കാസ് എന്നാൽ 100ഓളം കർഷകരുടെ വലിയ കൂട്ടായ്മയാണ്. ഓരോ കർഷകരുടെയും വീട്ടിൽ കോഴികൾ, കാടകൾ, താറാവുകൾ എന്നിവ വളർത്തി കൊല്ലത്തിൻ്റെ പൊതുവിപണിക്ക് ആവശ്യമുള്ളത്ര മുട്ട സംഘടിപ്പിച്ച് വലിയൊരു ശൃംഖല തീർത്ത് എല്ലാ വിപണിയിലും കൃത്യസമയത്ത് എത്തിക്കുക എന്ന നേട്ടത്തിലേക്കാണ് കോഴി കർഷക സംഘടന ചെന്നെത്തിയത്. അവരെ സഹായിക്കുവാനായി കൊല്ലത്ത് മയ്യനാട് റീജിയണൽ സഹകരണ ബാങ്കും രംഗത്തുണ്ട്. കോഴി എന്നാൽ വെറും കോഴിയല്ല. ലേക്ക് സൈഡ് ഫാമിലും ഉപഗ്രഹ യൂണിറ്റിലും വളർത്തുന്നതാകട്ടെ BV380 എന്ന പുതിയ ഇനം കോഴികളാണ്. തമിഴ്നാട്ടിൽ വെങ്കടേശ്വര ഹാച്ചറിയിൽ തന്നെയാണ് ഇവരുടെ ഉൽപ്പാദനം. കോഴിക്കുഞ്ഞുങ്ങളായി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തിക്കുന്ന BV380 കോഴികൾ വർഷത്തിൽ 300ഓളം മുട്ടകൾ തരും എന്ന് ഉറപ്പുണ്ട്. ആഴ്ചയിൽ എങ്ങനെ പോയാലും 5 മുട്ടയിൽ കുറയാതെ തരുന്ന കോഴികളാണ് BV380 കോഴികൾ. അതായത് ഓരോ 28 മണിക്കൂറിലും ഒരു മുട്ട. സാധാരണ ഗ്രാമപ്രിയ, ഗ്രാമലക്ഷ്മി തുടങ്ങി കേരള വെറ്ററിനറി സർവകലാശാലയുടെ കോഴികൾ കേവലം 100ഓ 140ഓ മുട്ടകളിടുമ്പോൾ വർഷത്തിൽ 300 മുട്ട എന്ന റെക്കോർഡ് സ്വന്തമാക്കുകയാണ് BV380 കോഴി. അതും 5.5 മാസത്തിൽ തന്നെ മുട്ടയിട്ട് തുടങ്ങും. മുട്ടയിടാൻ തുടങ്ങുന്ന പിടക്കോഴിയെ കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ ചില പ്രത്യേകതകളുണ്ട്. കോഴിയുടെ തലയിലെ ചോരചുവപ്പൻ തൂവൽ ചെറുതായി മടങ്ങി തുടങ്ങുന്നതാണ് 5.5 മാസം. അപ്പോഴേക്കും മുട്ടയിടൽ തുടങ്ങുകയായി. തുടർച്ചയായി 1.5 വർഷം മുട്ട പ്രതീക്ഷിക്കാം. സാധാരണ കോഴികളെപ്പോലെ വീട്ടുമുറ്റത്തോ അടുക്കള മുറ്റത്തോ അഴിച്ചുവിട്ട് വളർത്തുന്ന ഇനങ്ങളല്ല BV380 കോഴി. BV380 കോഴികൾ കേജിലെ കോഴികളാണ്. കൃത്യമായ കേജ് സംവിധാനത്തിലാണ് BV380 കോഴികളെ വളർത്തേണ്ടത്. 5.5 മാസം മുതൽ മുട്ടയിട്ട് തുടങ്ങി 18 മാസം അന്ത്യം വരെ കൃത്യമായി മുട്ടകൾ തന്നുകൊള്ളും എന്നുള്ളതുകൊണ്ട് തന്നെ കേജ് സംവിധാനം വളരെ ഫലപ്രദമാണ്. കൃത്യമായ അളവിൽ സമീകൃതമായ തീറ്റയും നല്ല ശുദ്ധജലവും അതോടൊപ്പം തന്നെ ജീവക ധാതുലവണ മിശ്രിതങ്ങളും ചെല്ലുന്നതോടെ BV380 ഉഗ്രൻ പ്രകടനം തന്നെ കാഴ്ചവെക്കും. കോഴിക്കൂടുകളും പ്രത്യേക രീതിയിൽ തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഒന്നിനു പുറത്ത് മറ്റൊന്ന് വരാത്ത രീതിയിൽ സമാന്തരമായി ഉയർന്നു നിൽക്കുന്ന ഗോപുരം പോലെ കാലിഫോർണിയൻ മാതൃകയിലാണ് കൂടുകളുടെ സജ്ജീകരണം. ഫലമോ കൂടുകൾ വൃത്തികേടാവുന്നില്ല. കോഴിവളം കൃത്യമായി അടിയിൽ തന്നെ വീഴും. അത് ശേഖരിക്കുവാനും സൗകര്യം. മുട്ടകൾ ശേഖരിക്കുവാൻ പ്രത്യേക സൗകര്യം തന്നെ കൂട്ടിലുണ്ട്. കോഴികളിടുന്ന മുട്ടകൾ കൃത്യമായി ഉരുണ്ടുരുണ്ട് എഗ് ട്രേയിൽ തന്നെ വന്നു വീഴും. വൈകുന്നേരമാകുമ്പോഴേക്കും അവ ശേഖരിക്കാം. കോഴികൾക്ക് തീറ്റ നൽകുവാനായി പ്രത്യേകം മുറിച്ച PVC പൈപ്പിൻ്റെ പാത്രങ്ങൾ കൂടിൻ്റെ ഒരു വശത്തായി ഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടേക്ക് സമീകൃതമായ
കോഴിത്തീറ്റ നൽകുന്നതോടുകൂടി കോഴികൾ ആർത്തിയോടെ അവ തിന്നുകയും എപ്പോഴും തീറ്റ സമൃദ്ധമായിട്ടുള്ള കൂട്ടിൽ എന്നും മുട്ടകൾ കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് BV380യുടെ മേന്മ. ഇനി വെള്ളം വീണ് കൂടുകൾ അശുദ്ധമാകുന്നില്ല. കോഴിക്ക് കുടിക്കാനുള്ള വെള്ളം നിപ്പിളുകളിലാണ് എത്തുന്നത്. നിപ്പിളുകളിൽ തുള്ളിയായി അഗ്രത്ത് പൊടിഞ്ഞു നിൽക്കുന്ന ശുദ്ധജലം കോഴികൾ താനെ നുകർന്നുകൊള്ളും. വെള്ളം വീണ് കൂട് വൃത്തികേടാകുന്നില്ല എന്ന ഗുണം ഇതിനുണ്ട്. മാത്രവുമല്ല 12 ലിറ്റർ കൊള്ളുന്ന ചെറു ജലസംഭരണികൾ കൂടിൻ്റെ മുകളിൽ പിടിപ്പിക്കാം. ഈ സംഭരണികളിലേക്ക് ജലത്തിൽ മിക്സ് ചെയ്ത് ജീവകങ്ങളും ധാതുലവണ മിശ്രിതങ്ങളും നൽകാം എന്ന അനുഗ്രഹം കൂടിയുണ്ട്. കോഴിക്കൂടുകൾ വ്യാപകമായതോടുകൂടി, കോഴിക്കൂടുകളുടെ ജനപ്രിയത വർദ്ധിച്ചതോടുകൂടി സുനിൽ ഘോഷും ഭാര്യ എൽസയും മറ്റൊരു തീരുമാനമെടുത്തു. ഉപഗ്രഹ യൂണിറ്റിലെ കർഷകർക്കും അവരുടെ പരിധിക്ക് അനുസരിച്ച് നല്ല കൂടുകൾ നിർമ്മിച്ചു നൽകും. 5 കോഴികൾക്കായുള്ള കൂടുകൾ, 12 കോഴികൾക്കായുള്ള കൂടുകൾ, 24 കോഴികൾക്കായുള്ള കൂടുകൾ, ഇവ പ്രത്യേകം നിർമ്മിക്കുവാനുള്ള ഒരവസരം കൂടി ലേക്ക് സൈഡ് ഫാമിൽ ഒരുങ്ങി. അതോടുകൂടി ഉപഗ്രഹ യൂണിറ്റുകൾക്ക് പുറമെ സാധാരണ കർഷകരും മുട്ടപ്രേമികളുമൊക്കെ ലേക്ക് സൈഡ് ഫാമിലേക്ക് ആകർഷിക്കപ്പെട്ടു തുടങ്ങി. 5 കോഴിയുടെ കൂടുകൾ, 12 കോഴിയുടെ കൂടുകൾ, 24 കോഴിയുടെ കൂടുകൾ എന്നിങ്ങനെയായി കച്ചവടം ഇവിടെ തകൃതിയാണ്. ലേക്ക് സൈഡ് ഫാമും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 100ഓളം ഉപഗ്രഹ യൂണിറ്റുകളുടെയും നായകനായ സുനിൽ ഘോഷ് എന്ന കർഷകൻ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കിടാം. നമസ്കാരം സുനിൽ ഘോഷ്. നമസ്കാരം. സുനിൽ ഘോഷ്, ഈ കോഴിമുട്ട എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് അതിൻ്റെ വിപണി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നാമക്കല്ല്, ദിണ്ടിഗൽ, കോയമ്പത്തൂർ തുടങ്ങിയ ലോബികളാണ് ഇവിടെ കീഴടക്കി വാഴുന്നത്. സ്വാഭാവികമായിട്ടും അവരോടുള്ളൊരു മത്സരം ഒരു കർഷകനും സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ പേരും. സുനിൽ ഘോഷിന് ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ എന്താണ് പ്രേരകമായത്? ഈ നമ്മളെ നാട്ടിൽ പ്രധാനമായ കാര്യം എന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞ കണക്ക് തന്നെ ഈ മുട്ട വിപണി 99% കൈയടക്കിയിരിക്കുന്ന തമിഴ്നാട് അന്യസംസ്ഥാന ലോബികൾ തന്നെയാണ്. അപ്പോൾ ഈ നമ്മുടെ നാടൻ വിപണി എന്ന് പറഞ്ഞാൽ ഒരു ഏകീകരിച്ച് അത് യൂണിറ്റിയായിട്ട് കളക്ട് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാനൊരു സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഈ ലോബി കൈയടക്കി വെച്ചിരിക്കുന്നത്. അപ്പം അതിനൊരു ബദൽ സംവിധാനം എന്ന നിലയിലാണ് ഞാൻ 2 ബാങ്കുകളുമായി ചേർന്ന് കർഷകർക്ക് 100% ലോണോടുകൂടി 100ഓളം യൂണിറ്റുകൾക്ക് കോഴിയും കൂടും സപ്ലൈ ചെയ്ത് ആ മുട്ട മൊത്തത്തിൽ ഒരു ആഴ്ചയിൽ 25,000 മുട്ട കളക്ട് ചെയ്ത് കൊല്ലം ജില്ലയിലും ആദ്യമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് വിപണനം ചെയ്യാൻ കഴിയുകയും, തുടക്കം മുതൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഈ ചുമന്ന മുട്ട ആയപ്പോഴത്തേക്ക് നല്ല കളർ മുട്ട, ഈ മുട്ട പ്രത്യേകിച്ച് നമ്മളെ BV380 കോഴിമുട്ടയ്ക്ക് നല്ല ചുമന്ന കളറാണ്. അപ്പോഴത്തേക്ക് കസ്റ്റമറുടെ ഇടയിലൊരു ആദ്യമേ ഒരു പേടി ഉണ്ടായിരുന്നു, ഇത് കളർ മുക്കിയ മുട്ടയാണോ തേൽ വെള്ളത്തിൽ മുക്കിയ മുട്ടയാണോ അതിലെന്ന്. ഇത് പയ്യെ ഇത് ഉപയോഗിച്ച് വന്നപ്പോഴത്തേക്ക് കർഷകർക്ക് ബോധ്യമായി ഇത് യഥാർത്ഥ നാടൻ കോഴിമുട്ടയാണ്. കൊല്ലത്തെ പ്രമുഖ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് മുട്ട എത്തിക്കുന്ന ജോലിയും കോഴി കർഷക സൊസൈറ്റി ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറെ കൗതുകകരം. മരനാടൻ ലോബികളുമായാണ് ഇവിടെ മത്സരം. ഉപഗ്രഹ യൂണിറ്റിലെ 100ഓളം വരുന്ന കർഷകരുടെ വീടുകളിൽ നിന്ന് മുട്ടകൾ കൃത്യമായി ശേഖരിച്ച് വലിയൊരു വിപണന ശൃംഖല ഒരുക്കി എന്നുള്ളതാണ് ലേക്ക് സൈഡ് ഫാമിൻ്റെ നേട്ടം. BV380 കോഴികളുടെ മുട്ട ചുവന്ന മുട്ടയായതുകൊണ്ട് വിപണിയിൽ അതിപ്രിയമാണ് മുട്ടകൾക്കുള്ളത്. നാടൻ മുട്ടയുടെ ലേബലിലല്ല വിൽക്കുന്നതെങ്കിൽ പോലും കോഴിമുട്ടയുടെ ചുവന്ന നിറം വിപണിയിൽ വലിയ ഡിമാൻഡ് ഉണ്ടാക്കുന്നത്രേ. അതും ആകർഷകമായ പാക്കിലാണ് കൊക്കാസ് ഈ കോഴിമുട്ട വിപണിയിലെത്തിക്കുന്നത്. 6 മുതൽ 12 വരെ ഉള്ള പാക്കുകൾ കൃത്യമായി സജ്ജീകരിക്കുവാൻ പ്രത്യേക സംവിധാനം ലേക്ക് സൈഡ് ഫാമിലുണ്ട്. വെറുതെ അങ്ങ് പാക്ക് ചെയ്യുകയല്ല. ഏത് കർഷകനാണ് ഈ മുട്ട ഉൽപ്പാദിപ്പിച്ചത്, ആ കർഷകൻ്റെ പൂർണ്ണമായ മേൽവിലാസം എന്താണ്, എന്നാണ് കോഴികൾ മുട്ടകളിട്ടത് എന്നുള്ള എല്ലാ വിവരങ്ങളും ഈ പാക്കിൽ രേഖപ്പെടുത്തും. പോരാത്തതിന് കർഷകൻ്റെ ഒപ്പും ബാർകോഡും പതിച്ചാണ് മുട്ട വൃത്തിയായ പാക്കുകളിൽ വിപണികളിലെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോഴി കർഷക സൊസൈറ്റിയുടെ മുട്ട വിപണി
തകൃതിയായി മുന്നേറുന്നു. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ ഇത്തരത്തിലുള്ള മാതൃകകൾ സൃഷ്ടിക്കുവാൻ മറ്റ് കർഷകർ കൂടി തയ്യാറായി വരുന്നുണ്ട് എന്നുള്ളതാണ് ലേക്ക് സൈഡ് ഫാമിൻ്റെ പ്രധാനപ്പെട്ട നേട്ടം. മറുനാടൻ ലോബിയോട് മത്സരിക്കണമെങ്കിൽ വിപുലമായ തയ്യാറെടുപ്പുകൾ വേണമല്ലോ. അതിന് ഒരു നല്ല മാതൃകയായി മാറുകയാണ് ലേക്ക് സൈഡ് ഫാം. മുട്ട വിപണിയിൽ സജീവമായി ഇടപെടണമെങ്കിൽ കോഴികൾ മാത്രം പോരാ, കാടക്കോഴികളും താറാവുമൊക്കെ വേണം എന്ന് സുനിൽ ഘോഷ് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ കാടക്കോഴികൾ ആദ്യം വന്നു. ജപ്പാൻകാർ വ്യാവസായികമായി വികസിപ്പിച്ചെടുത്ത ജാപ്പനീസ് കാടകളാണ് ഇവിടെ ആദ്യമെത്തിയത്. കോഴിക്കൃഷിയെ അപേക്ഷിച്ച് കാടകൃഷി കുറച്ചുകൂടി എളുപ്പമാണ്. കാടകൾക്ക് ചില സൗകര്യങ്ങളുണ്ട്. 7 അടി നീളവും 3 അടി വീതിയും 1 അടി പൊക്കവുമുള്ള കേജുകളിൽ 100ഓളം കാടകൾ വളരും. ഒരു കോഴിയെ വളർത്താൻ വേണ്ടയിടത്ത് 8 കാടകളെ വളർത്താം എന്ന മറ്റൊരു സൗകര്യവും കൂടിയുണ്ട്. കോഴിമുട്ടയേക്കാൾ കുറച്ചുകൂടി പോഷകഗുണം കാടമുട്ടയ്ക്കുണ്ട് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. ചില ശാസ്ത്ര സത്യങ്ങളും അതിൽ ഇല്ലാതില്ല. കോഴിമുട്ടയേക്കാൾ 8 അമിനോ അമ്ലങ്ങൾ പ്രോട്ടീൻ കൂടുതലാണ് കാടമുട്ടകൾക്ക്. മാത്രമല്ല ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് കാടമുട്ട ഉത്തമ പ്രതിവിധിയാണ് എന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. കോഴിക്കൂടുകൾ പോലെ തന്നെ കാടക്കോഴികൾക്കായുള്ള കൂടുകളും കാലിഫോർണിയൻ മാതൃകയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഒന്നിനു പുറത്ത് മറ്റൊന്ന് വയ്ക്കാത്തത് കൊണ്ട് തന്നെ കാട കൂടുകൾ വൃത്തികേടാവുന്നില്ല എന്ന ഒരു ഗുണമുണ്ട്. കാടവളം ശേഖരിക്കാൻ വലിയ സൗകര്യവും. കേവലം 25 മുതൽ 30 ഗ്രാം വരെ തീറ്റയാണ് ഒരു കാടക്കോഴി ഒരു ദിവസം കഴിക്കുന്നത്. മാത്രവുമല്ല കാടമുട്ട പുറത്തു വരുന്നതിനും ചില പ്രത്യേകതകളുണ്ട്. ദിവസവും വൈകുന്നേരങ്ങളിലാണ് മുട്ട ഒരു ബാച്ചിലെ കാടകൾ മുട്ടകളിടുന്നത്. ചിലപ്പോൾ വൈകുന്നേരം 5 മണിക്ക്, തൊട്ടടുത്ത ദിവസം വൈകുന്നേരം 5:10, അടുത്ത ദിവസം 5:20, അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ മുട്ട പുറത്തു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ മുട്ട ശേഖരിക്കുന്നതിന് കൃത്യമായ ഒരു സമയം വയ്ക്കാൻ കഴിയും. മാത്രമല്ല കാടമുട്ടയ്ക്ക് മാർക്കറ്റിൽ വലിയ ഡിമാൻഡുണ്ട്. ചെറു മുട്ടകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യാൻ വളരെ സൗകര്യമുണ്ട്. 3 ആഴ്ച പ്രായത്തിലുള്ള കാടക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് കൃത്യമായ രീതിയിലുള്ള തീറ്റ നൽകിക്കഴിഞ്ഞാൽ അടുത്ത 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മുട്ടകൾ കിട്ടിത്തുടങ്ങും എന്നത് വലിയ പ്രത്യേകതയാണ്. ഒരുപക്ഷെ ഇത്രയും കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ കുറഞ്ഞ പ്രായത്തിനുള്ളിൽ തന്നെ മുട്ടകൾ കിട്ടുന്ന മറ്റൊരു പക്ഷിയും ഈ ഭൂമുഖത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ പല റീഹാബിലിറ്റേഷൻ സെൻറ്റർ, അതായത് പുനരധിവാസ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കാടകൃഷി വളരെ വ്യാപകമാക്കുവാൻ പല സംസ്ഥാന സർക്കാരുകളും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. എന്തായാലും കോഴിമുട്ട വിപണിയിൽ എത്തിക്കുന്നത് പോലെ തന്നെ ശ്രീമതി എൽസ ഘോഷും സുനിൽ ഘോഷും ചേർന്ന് കാടമുട്ടയും പ്രത്യേക പാക്കുകളിലാക്കി വിപണിയിലെത്തിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലേബൽ കോഴി കർഷക സൊസൈറ്റി കൊക്കാസ് എന്ന് തന്നെ. കൊല്ലത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ കൊക്കാസിൻ്റെ മുട്ടയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. പ്രത്യേകിച്ചും കാടമുട്ടയ്ക്ക് വലിയ മൂല്യവും വലിയ ഡിമാൻഡും ഉണ്ട് എന്നാണ് വിപണിയിൽ തന്നെ സംസാരമുള്ളത്. ഈ BV380 കോഴികളുടെ ഒരു തീറ്റ, അതിൻ്റെ ഒരു തീറ്റ സ്വഭാവം മറ്റു കോഴികളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന് വിശദീകരിക്കും. BV380 കോഴികൾക്ക് വ്യത്യസ്തം എന്ന് വെച്ചാൽ സാധാരണ നമ്മളെ നാടൻ കോഴികൾക്ക് കൊടുക്കുന്നത് അരി, ഗോതമ്പ് ഇതൊക്കെ കൊടുത്താൽ മതി എന്നുള്ളതാണ് പൊതുവെയുള്ള നാട്ടിലെ ഒരു കർഷകരുടെ ഒരു ചിന്താഗതി അങ്ങനെയാണ്. പക്ഷേ ഈ നാടൻ തുറന്നു വിടുന്ന കോഴികൾക്കെന്ന് വെച്ചാൽ അതിനാവശ്യമായ പുറത്ത് പോകുമ്പോഴത്തെ അതിനാവശ്യമായ കാൽസ്യം ആയാലും മറ്റ് ധാതുക്കളെല്ലാം അത് പുറമേ നിന്ന് കുത്തിയെടുക്കാനും മറ്റ് പാറപ്പൊടിയും മണ്ണുമൊക്കെ തിന്ന് അനുഭവം. പക്ഷേ നമ്മൾ ഈ സിസ്റ്റത്തിൽ വളർത്തുമ്പോൾ നമ്മളിതിന് വേണ്ട എല്ലാ വൈറ്റമിൻസും കാൽസ്യവും എല്ലാം നമ്മൾ ഫീഡ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന അത്രയും 100% ഈ എഫിക്കസി ആയിട്ട് ഈ മുട്ട ലെയിം പെർസെൻറ്റേജ് ആയിട്ട് നമുക്കില്ല. അതിന് ഫീഡ് ചെയ്യാൻ വേണ്ട വൈറ്റമിൻസുകൾ എല്ലാം ഫീഡ് ചെയ്യണം. നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ തീറ്റയ്ക്ക് പുറമേ തന്നെ ഞങ്ങൾ നാച്ചുറൽ കാൽസ്യമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. യഥാർത്ഥ കക്ക തോട് പൊടിച്ച് നാച്ചുറൽ കാൽസ്യമായിട്ട് തന്നെ കാൽസ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈറ്റമിൻസ് B കോംപ്ലക്സ്, പിന്നെ ലിവർ സ്റ്റാറ്റ്, പിന്നെ ഉച്ചയ്ക്ക് ഒരു 20 ഗ്രാമോളം കോഴിക്ക് പച്ചിലകൾ, നാടൻ മുരിങ്ങയില, ഐത്തിക്കീര,
മറ്റ് CO3 ഇലകളൊക്കെ കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇത് ഫുള്ളി ഓർഗാനിക്കായ മുട്ട, ഏറ്റവും നല്ല സമ്പുഷ്ടമായ മുട്ട ഉണ്ടാവുകയും ചെയ്യും. പരവൂർ കായലിൻ്റെ ഓരം ചേർന്നാണ് കൊട്ടിയം ചിറ എന്നുള്ളതുകൊണ്ട് കൊട്ടിയം ചിറയ്ക്ക് സമീപമുള്ള ലേക്ക് സൈഡ് ഫാമിൽ താറാവിൻ്റെ ഒരു സ്വർഗീയ സുന്ദര ഭൂമിക ഒരുക്കുവാൻ സുനിൽ ഘോഷിന് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്. അവിടെ പ്രധാനമായും ഇറക്കിയ ഇനങ്ങൾ ചാര, ചെമ്പല്ലി എന്ന കുട്ടനാടൻ ഇനങ്ങളാണ്. ചാരയ്ക്കും ചെമ്പല്ലിക്കും ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. കുട്ടനാട്ടിലെ കർഷകരാണ് ഈ നാടൻ താറാവുകൾക്ക് ചാരയും ചെമ്പല്ലിയും എന്ന പേരുകളിട്ടത്. എന്തായാലും 14 ദിവസത്തോളം മുട്ടകൾ കേടുകൂടാതെ റെഫ്രിജറേറ്ററിൽ ഇരിക്കും എന്നതാണ് ഈ താറാവുകളുടെ മുട്ടയുടെ പ്രത്യേകത. ഉയർന്ന രോഗപ്രതിരോധ ശേഷിയുള്ള താറാവുകളുമാണ് ചാരയും ചെമ്പല്ലിയും. നമുക്കറിയാം, ഞണ്ടും നത്തക്കയും പാടത്ത് വീഴുന്ന ഉതിർമണികളുമൊക്കെയാണ് താറാവുകളുടെ പൊതു ആഹാരം. ജലാശയങ്ങൾ താറാവുകൾക്ക് അനുഗ്രഹമാണ്. കൊട്ടിയം ചിറയുടെ ഈ അനുഗ്രഹം പ്രയോജനപ്പെടുത്തുകയാണ് അക്ഷരാർത്ഥത്തിൽ ലേക്ക് സൈഡ് ഫാം ചെയ്തത്. താറാവുകൾ ചന്തത്തിൽ വരിവരിയായി നീന്തുന്ന കാഴ്ച അതിമനോഹരം തന്നെ. എന്തായാലും ചാരയുടെയും ചെമ്പല്ലിയുടെയും മുട്ടകൾ കൃത്യമായി ശേഖരിക്കുകയും അവ കൃത്യമായി പാക്കുകളിലാക്കുകയും വിപണിയിൽ കോഴിമുട്ടയ്ക്ക് സമാന്തരമായി തന്നെ താറാമുട്ടയുടെ ഒരു ശൃംഖല സൃഷ്ടിക്കുകയും ചെയ്തതിൽ ലേക്ക് സൈഡ് ഫാം വിജയിച്ചു എന്ന് തന്നെ പറയാം. ഈ കോഴിമുട്ടയോടൊപ്പം തന്നെ താറാവിനെയും അതോടൊപ്പം കാടയും വളർത്തി ഈ മുട്ട വിപണിയിലേക്ക് ഇടപെടാനായിട്ട് സജീവമായൊരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു സമഗ്ര കൃഷി, അതായത് കോഴി, താറാവ്, കാട, അത് പ്രായോഗികമാണ്? അല്ല, അത് പ്രായോഗികമാക്കിയേ പറ്റത്തുള്ളൂ. പറ്റുമെന്ന് വെച്ചാൽ ഈ തമിഴ്നാട് രൂപയായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മാർക്കറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാന ഘടകമാണ്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും പരാജയപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഈ പറയുന്ന ജോലിക്കാരുടെ ശമ്പളവും നമ്മളുടെ ഡാമേജസും മറ്റുമൊക്കെ ഓർക്കം ചെയ്യണമെങ്കിൽ മുട്ട മാത്രം. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ ഒന്നായിട്ട് ഞാൻ കാട ടേൺ ഓവർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് കാടയും താറാമുട്ടയും ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഒരു മുട്ട വിപണിയിലേക്ക് തന്നെ എത്തുക. നാടൻ മുട്ട വിപണിയിൽ തമിഴ്നാട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നാടൻ താറാമുട്ടയും കിട്ടാനില്ല. ഹൈദരാബാദ് വിപണി വരുന്നത്, മറ്റു മുട്ടയെല്ലാം പുറത്തുനിന്ന് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ജില്ലയിലെങ്കിലും ഞങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി ഞങ്ങൾക്ക് ഉപഭോക്താക്കളിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ല വിട്ട് മറ്റ് ജില്ലകളിലേക്കും ഈ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്? തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ വിപണി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെയധികം ലേബർ ഓറിയൻറ്റഡ് ആണ്. ലേബർ ഓറിയൻറ്റഡ് ഇത്രയും ട്രാൻസ്പോർട്ടിങ് ലേബർ ഓറിയൻറ്റഡായിട്ട് നമുക്ക് വിപണി വ്യാപിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ചെറിയ ലാഭം കൊണ്ട് നമുക്ക് വിപണി കൈയടക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് അതുകൊണ്ടാണ് അന്യസംസ്ഥാന ലോബികൾ അവർ വന്ന് മറ്റ് പുറമേ നിന്ന് ഞങ്ങളെ യൂണിറ്റുകളിൽ നിന്ന് മുട്ടകളല്ലാതെ പുറത്ത് കേരളത്തിൽ മറ്റ് വീടുകളിൽ നിന്ന് പോലും ഞങ്ങൾ മുട്ട സംഭരിച്ച് വിൽക്കാറില്ല. ഞങ്ങളെ യൂണിറ്റുകളിലെ മുട്ട മാത്രമേ പാക്ക് ചെയ്യുള്ളൂ. ആ മുട്ട എപ്പോൾ തീരുന്നു അപ്പോൾ അവിടെ ആ ആഴ്ചത്തെ സെയിൽ നിർത്തിയാണ്. അതായത് കൂടുതൽ സൂക്ഷ്മതയും ജാഗ്രതയും ഈ കാര്യത്തിൽ വേണം. കൊടുക്കുന്നിടത്തോളം ഉപഭോക്താവിന് ഒറിജിനൽ മുട്ട തന്നെ കൊടുക്കണമെന്നുള്ളത്. അതുകൊണ്ട് മാർക്കറ്റ് വിപുലമായി ജമ്പ് ചെയ്തുകൊണ്ട് ഇത് ഭയങ്കര വിപുലമായ ലാഭത്തിന് വേണ്ടി ഇത് ഭയങ്കര വിപുലീകരിക്കുന്നതിനെ പറ്റി ആഗ്രഹിക്കുന്നത്. അപ്പോൾ കൊടുക്കുന്നിടത്തോളം സത്യസന്ധമായിട്ടും കറക്റ്റ് യഥാർത്ഥ നാടൻ മുട്ട ഉപഭോക്താവിന് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കേരള മുട്ടയ്ക്ക് വിപുലമായി ഇത് വിപുലീകരിക്കുന്നതിനെ പറ്റി താല്പര്യമില്ല. എന്തായാലും നന്മ നിറഞ്ഞ ഈ നല്ല ബിസിനസ് ചെയ്യാൻ താങ്കൾക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സംഘടന കൊണ്ട് ശക്തരാകുകയാണ് കർഷകർ. ഐക്യമത്യം മഹാബലമെന്ന് അവർ അടിവരയിടും. ഒന്നിച്ചു നിന്നാൽ ഏത് വമ്പനെയും തകർക്കാനുള്ള ഊർജം തങ്ങൾക്കുണ്ടെന്ന് ഒരിക്കൽ കൂടി വിളംബരം ചെയ്യും. നേരാം ഭാവുകങ്ങൾ.